ഇത്തവണ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനില്ല, ഇനി മത്സരിക്കുകയാണെങ്കിൽ തന്നെ താനൂർ മത്സരിക്കാനില്ല എന്ന് പറഞ്ഞ ആളാണ് നമ്മുടെ ബഹുമാനപ്പെട്ട സ്പോർട്സ് മന്ത്രി വി അബ്ദുറഹിമാൻ. ഈ അബ്ദുറഹിമാൻ എന്ന് പറഞ്ഞാൽ വലിയൊരു കോമഡി സ്റ്റാറാണ്. പുള്ളിയാണ് കേരളത്തിൽ മെസ്സിയെ കൊണ്ടുവരും, മെസ്സിയുടെ കളി കാണിച്ച് നമ്മളെയൊക്കെ ആനന്ദസാഗരത്തിൽ ആറാടിക്കും എന്ന് വാക്ക് നൽകിയ ആൾ. മെസ്സി വന്നതും കളിച്ചതും ആ കളി കണ്ട് നമ്മളൊക്കെ സന്തോഷിച്ചതും ഓർമ്മയുണ്ടാവുമല്ലോ. അപ്പോൾ അങ്ങനെയുള്ള ഒരു രസികനാണ്, ഒരു തമാശക്കാരനാണ് അബ്ദുറഹിമാൻ. അബ്ദുറഹിമാൻ പണ്ട് കോൺഗ്രസ് ആയിരുന്നു. മലപ്പുറം ജില്ലയിൽ സാമാന്യം കാശും പണവും പദവിയും തറവാട്ട് മഹിമയുള്ള ആളുകൾ പണ്ട് കാലത്ത്, പണ്ടെന്ന് വെച്ചാൽ വളരെ പണ്ടാണ്, സ്വാതന്ത്ര്യ സമരകാലത്തും പിന്നീടും കോൺഗ്രസ് ആയിരുന്നു. ജീവിക്കാൻ നിവൃത്തിയില്ലാത്ത ആളുകൾ, കന്നുകൂട്ടാൻ പോകുന്ന ആളുകളൊക്കെ ലീഗായിരുന്നു. അപ്പോൾ അക്കാലത്ത് തന്നെ പദവിയും പാരമ്പര്യവുമുള്ള പൈതൃകം പറയാൻ കഴിവുള്ള ആളായിരുന്നു അബ്ദുറഹിമാൻ. അതുകൊണ്ട് അദ്ദേഹം കോൺഗ്രസ് ആയിരുന്നു. അദ്ദേഹം മുഹമ്മദ് അബ്ദുറഹിമാൻ സാഹിബിൻ്റെ വീരപാരമ്പര്യത്തിൽ അഭിമാനം കൊള്ളുന്ന ആളായിരുന്നു. അങ്ങനെയുള്ള കുറച്ച് ആളുകൾ ഇപ്പോഴും മലപ്പുറം ജില്ലയിലുണ്ട്. അവർ വലിയ ലീഗ് വിരോധികളായിരിക്കും. അങ്ങനെയുള്ള ഒരു ലീഗ് വിരോധിയും കോൺഗ്രസ്സുകാരനെ പറയുന്ന അബ്ദുറഹിമാൻ നമ്മുടെ രമേശ് ചെന്നിത്തലയുടെ അറിയപ്പെടുന്ന എർത്തുകൂടിയായിരുന്നു. അദ്ദേഹം DCCയുടെ ഭാരവാഹിയായിരുന്നു. തിരൂർ മുനിസിപ്പാലിറ്റിയിൽ കൗൺസിലറായിരുന്നു, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനായിരുന്നു. എല്ലാം കോൺഗ്രസിൻ്റെ ലേബലിലായിരുന്നു. പിന്നീട് കോൺഗ്രസ്സിൽ നിന്നിട്ട് കാര്യമില്ല എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം ഇടതുപക്ഷ സ്വതന്ത്രനായി. അങ്ങനെ താനൂർ മത്സരിച്ചു. താനൂർ അബ്ദുറഹിമാൻ രണ്ടത്താണിക്കെതിരെ വലിയ മത്സരം സംഘടിപ്പിച്ച് ഇദ്ദേഹം ചെറിയ ഭൂരിപക്ഷത്തിലാണെങ്കിൽ പോലും ജയിച്ചു. അങ്ങനെ 5 കൊല്ലം MLA ആയിട്ടിരുന്നു. അതിനിടയ്ക്കൊന്ന് പാർലമെൻറ്റിലേക്ക് മത്സരിച്ചു. അത് കഴിഞ്ഞ് ക്ലച്ച് പിടിക്കാതെ വന്നപ്പോൾ വീണ്ടും താനൂർ മത്സരിച്ചു. ഇദ്ദേഹത്തെ തോൽപ്പിക്കാൻ വേണ്ടി PK ഫിറോസ് എന്ന് പറഞ്ഞ യുവ പോരാളിയെ കൊടുക്കുന്നു. ഫിറോസ് വലിയ മത്സരമൊക്കെ ഉണ്ടാക്കി. പക്ഷേ വീണ്ടും ചെറിയ ഭൂരിപക്ഷത്തിൽ നമ്മുടെ അബ്ദുറഹിമാൻ തന്നെ ജയിച്ചു. അപ്പോൾ അദ്ദേഹം മന്ത്രിയായി 5 കൊല്ലം പൂർത്തീകരിച്ചു. ഇനിയും താനൂർ മത്സരിക്കാനുള്ള ധൈര്യമില്ല. ഇനി മത്സരിച്ചാൽ ഗ്യാസ് പോകും. കാരണം പഴയ അബ്ദുറഹിമാനല്ല ഇപ്പോഴത്തെ അബ്ദുറഹിമാൻ. പഴയ ലീഗല്ല ഇപ്പോഴത്തെ ലീഗ്. താനൂർ എന്ന് പറഞ്ഞാൽ മുസ്ലിം ലീഗിനെ സംബന്ധിച്ചിടത്തോളം വലിയ പാരമ്പര്യമുള്ള മണ്ഡലമാണ്. CH മുഹമ്മദ് കോയ അടക്കം അവിടുന്ന് മത്സരിച്ച് ജയിച്ചിട്ടുള്ളതാണ്. താനൂരിൻ്റെ മണ്ണിൽ ആദ്യമായിട്ട് ത്രിവർണ്ണ പതാക അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റുകാരുടെ ചെങ്കുടി പാറിച്ച ആളാണ് അബ്ദുറഹിമാൻ. പക്ഷേ എത്ര നാളെന്ന് വെച്ച് ഇത് ചിലവാകും. അതുകൊണ്ട് അദ്ദേഹം ഇത്തവണ മത്സരിക്കാൻ താല്പര്യപ്പെട്ടില്ല. 10 കൊല്ലമൊക്കെ MLA ആയിരുന്നു, 5 കൊല്ലം മന്ത്രിയായി. മടുത്തു, നിർത്തുകയാണ് എന്ന് പറഞ്ഞു. പക്ഷേ പിണറായി വിജയൻ അത് അത്ര ബോധിച്ചില്ല. അദ്ദേഹം പറഞ്ഞു താനൂര് സീറ്റുണ്ടെങ്കിൽ, മത്സരമുണ്ടെങ്കിൽ അബ്ദുറഹിമാൻ തന്നെ ആയിരിക്കും സ്ഥാനാർത്ഥി. അങ്ങനെ അബ്ദുറഹിമാൻ്റെ പേര് പാർട്ടി സംസ്ഥാന സെക്രട്ടറി സഖാവ് ഗോവിന്ദൻ മാസ്റ്റർ തിരുവനന്തപുരത്ത് നിന്ന് പ്രഖ്യാപിച്ചു. റോഡ് ഷോ നടത്തേണ്ട ഡേറ്റും സമയവും മുഹൂർത്തവും ഒക്കെ അതും കുറിച്ച് കൊടുത്തു. പക്ഷേ അബ്ദുറഹിമാൻ കൂട്ടാക്കിയില്ല. പുള്ളി പറഞ്ഞു ഞാൻ ഇവിടെ മത്സരിക്കുന്ന പ്രശ്നമില്ല. കാരണം 10 കൊല്ലത്തെ മുമ്പത്തെ താനൂരല്ല ഇപ്പോഴത്തെ താനൂർ. ഇപ്പോൾ താനൂരെ കൊച്ചുകുട്ടികൾക്ക് വരെ എന്നെ അറിയാം. ഞാൻ മത്സരിച്ചാൽ തോൽക്കും എന്നുള്ള പേടിയല്ല, എതിർ സ്ഥാനാർത്ഥി ജയിക്കും എന്ന് ഉറപ്പിട്ട്. അതുകൊണ്ട് എന്നെ ഇന്നാന്ന് ഒഴിവാക്കണം എന്ന് പറഞ്ഞു. അവസാനം ഗോവിന്ദൻ മാഷ് തീരുമാനം മാറ്റി, പാർട്ടി തീരുമാനം മാറ്റി, പിണറായി തീരുമാനം മാറ്റി. അബ്ദുറഹിമാൻ തൊട്ടടുത്തുള്ള തിരൂർ മണ്ഡലം കൊടുത്തിരിക്കുകയാണ്. ഇതെന്താ വ്യത്യാസം എന്ന് വെച്ചാൽ, പണ്ട് CH മുഹമ്മദ് കോയ പറഞ്ഞ പോലെ ആന ചവിട്ടിയാലും ചാവും, കാള ചവിട്ടിയാലും ചാവും, എന്നാൽ പിന്നെ ആനയുടെ ചവിട്ട് കൊണ്ട് ചത്തുകളയാം എന്ന ഐഡിയയാണ് ഇദ്ദേഹത്തിനുള്ളത്. കാരണം താനൂരാണ് മത്സരിക്കുന്നതെങ്കിൽ അവിടെ യൂത്ത് ലീഗിൻ്റെ ഒരു ചെറുപ്പക്കാരനാണ് മത്സരിക്കുന്നത്. മറിച്ച് തിരൂരാണെങ്കിൽ, തിരൂർ ഇദ്ദേഹത്തിൻ്റെ ജന്മനാട് കൂടിയാണ്. അവിടെ കുറുക്കോളി മൊയ്തീൻ എന്ന് പറഞ്ഞ താടിയും തലയൊക്കെ നരച്ച ഒരു മൂത്ത ലീഗുകാരനാണ് മത്സരിക്കുന്നത്. ഈ യൂത്ത് ലീഗിനോട് മത്സരിച്ച് തോറ്റാൽ ചീത്തപ്പേരാണ്. മൂത്ത ലീഗിനോട് മത്സരിച്ച് തോറ്റാൽ അതൊരു അന്തസ്സാണ്. എന്നാൽ പിന്നെ അന്തസ്സോടി തോറ്റുകളയാം എന്ന് ചെയ്തിട്ടാണ് അദ്ദേഹം ഇപ്പോൾ നോമിനേഷൻ കൊടുക്കാൻ തീരുമാനിച്ചു. തിരൂരിൻ്റെ മണ്ണിൽ ഇനി തീ പറന്ന പോരാട്ടമായിരിക്കും. ഒന്നുകിൽ അബ്ദുറഹിമാൻ അല്ലെങ്കിൽ മൊയ്തീൻ, അല്ലെങ്കിൽ അബ്ദുറഹിമാൻ. അതിഗംഭീരമായ മത്സരമാണ്. ഒരു ഭാഗത്ത് മെസ്സി, മറുഭാഗത്ത് എംബാപ്പെ. എതിർത്താലും തിരൂർക്കാർക്ക് ഗോളാണ്. അപ്പോൾ തിരൂരിൻ്റെ മണ്ണിൽ ഈ വാശിയേറിയ മത്സരം നടക്കുകയാണ്. ഒരു ഭാഗത്ത് ബാഴ്സലോണ, ഒരു ഭാഗത്ത് റയൽ മാഡ്രിഡ്. അങ്ങനെ ഈ മത്സരം ഗംഭീരമായിട്ട് നടക്കട്ടെ. ആര് കളിച്ചാലും കൂടുതൽ ഗോളടിക്കുന്നവരാണ് ജയിക്കുക എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഇത്തവണത്തെ കളിയുടെ പകിട്ടും വെച്ച് നോക്കുമ്പോൾ കുറുക്കോളി മൊയ്തീൻ ഒരു 7 ഗോളിന് ജയിക്കാനുള്ള സാധ്യത ഞാൻ നോക്കിയിട്ട് കാണുന്നുണ്ട്. ഏതായാലും ഇരു കൂട്ടർക്കും വിജയാശംസകൾ നേരുന്നു. ആര് ജയിച്ചാലും നമുക്കൊരു പുല്ലുമില്ല. തിരൂരിൻ്റെ അഭിമാനം ഉയർത്തിപ്പിടിക്കാൻ തുഞ്ചൻ്റെ നാടാണ്, മലയാള സർവകലാശാല ഉള്ള സ്ഥലമാണ് തിരൂരിൽ ഒന്നുകിൽ അബ്ദുറഹിമാൻ ജയിക്കും അല്ലെങ്കിൽ മൊയ്തീൻ ജയിക്കും. ആര് ജയിച്ചാലും
നാടിൻ്റെ വികസനം ഉറപ്പുവരുത്തണം. അതിർമാൻ പറയുന്ന ഒരു പ്രധാനപ്പെട്ട പോയിൻ്റ് ഉണ്ട്. കഴിഞ്ഞ 10 കൊല്ലം കൊണ്ട് പുള്ളി താനൂരിനെ പരമാവധി വികസിപ്പിച്ചു. അപ്പോൾ പുള്ളിക്ക് ദുഃഖമായി. താനൂർ മാത്രം വികസിച്ചാൽ പോരല്ലോ, അടുത്ത സ്ഥലം കൊണ്ട് കൂടി വികസിക്കണ്ടേ. അതിനു വേണ്ടിയിട്ടാണ് പുള്ളി തിരൂർ മത്സരിക്കുന്നത്. തിരൂരാണെങ്കിൽ വളരെ പ്രാകൃത അവസ്ഥയിലാണ്. തിരൂരിനെ കൈപിടിച്ച് ഉയർത്താൻ വേണ്ടി മാത്രമാണ്, അല്ലാണ്ട് പരാജയഭീതി കൊണ്ടൊന്നുമല്ല അതിർമാൻ ഇപ്പോൾ തിരൂരിൽ അവതരിച്ചിരിക്കുന്നത്. ഈ തിരൂർ അവതാരം വിജയമായി തീരട്ടെ എന്നാണ് പടച്ചവനോടും ബദരീങ്ങളോടുമുള്ള എൻ്റെ പ്രാർത്ഥന.